നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്രയൊക്കെ ആത്മവിശ്വാസം കൊടുത്താലും ഈ ഒരു ഷോക്കിൽ നിന്ന് അവൾക്ക് കരകയറാൻ പ്രയാസ. ഇല്ല മോനെ, മോനെ പോലെ ഒരു ഭർത്താവ് കൂടെയുള്ളപ്പോ എൻ്റെ മോള് ഏത് തകർച്ചയും അതിജീവിക്കും. അവക്കൊരു അപകടം വന്നപ്പോ മോൻ ഇത്രയും വിഷമിക്കുന്നില്ലേ? ഇത് കാണുമ്പോ ഈ അച്ഛൻ എല്ലാ ദുഃഖവും മറന്നു പോവാ. എൻ്റെ മോടെ ഈ രക്ഷകനെ കുറിച്ച് അച്ഛൻ അഭിമാനം കൊള്ളുക. എൻ്റെ മോൻ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞ ആ വൈദ്യുതി മിടുക്കല. രക്ഷപ്പെടില്ല എന്ന് കരുതി ഒരുപാട് രോഗികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വൈദ്യന. ആ വൈദ്യനിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ദൈവങ്ങൾക്കും ചിലപ്പോൾ അസൂയുണ്ടായി കാണും. അവരെക്കാൾ നന്മയുള്ള ആളാണ് ശ്യാമ എന്നവർക്ക് തോന്നിക്കാണും. ദൈവങ്ങളെല്ലാം കാണുന്നുണ്ട് മോനെ. അവരെന്തെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. അച്ഛാ, ഞങ്ങളിവിടെ വീട്ടിൽ നിൽക്കുന്നത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവില്ലേ? ആ, മോൻ എന്തായി പറയുന്നേ? അത് മോൻ്റെ കൂടെ വീടല്ലേ. സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നതിൽ അപകർഷതാബോധം തോന്നേണ്ട കാര്യമുണ്ടോ? തിരുമേനി, തിരുമേനി, ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച എന്താ? മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പൂജ. അത് ശയനപ്രദക്ഷിണമാണ്. 101 പ്രാവശ്യം. പക്ഷേ കഠിനമാണ്. സാധാരണ ഒരാൾക്ക് പൂർത്തിയാക്കാൻ വലിയ പ്രയാസമാണ്. ഞാൻ ശയന പ്രദക്ഷിണം നടത്താൻ പോവാ. മോനെ, ആലോചിച്ചു മതി. ക്ലേശം നിറഞ്ഞതാണ്. എന്റെ ഭാര്യ അനുഭവിക്കുന്ന സങ്കടത്തെക്കാൾ ക്ലേശമല്ല തിരുമേനി അത്. മോനെ, 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 തിരുമേനി പറഞ്ഞു കേട്ടില്ലേ? വലിയ പ്രയാസമായിരിക്കും മോനെ. എന്റെ ഭാര്യയുടെ സങ്കടം മാറ്റാൻ, അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടാൻ എന്റെ നേർച്ചയാണ്. സ്വീകരിക്കണം. മോളെ, മോളെ, എൻ്റെ മോക്ക് വേണ്ടി ചെയ്യുന്ന നേർച്ചയാ. ഇതുപോലൊരു ഭർത്താവ് എൻ്റെ കൂടെ മഹാഭാഗ്യമാണ്. ഈശ്വരന്മാർ കാണട്ടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അഖിൽ മോനെ തടയണ്ട. ജഗൻജി, കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ നമ്മൾ മനസ്സിൽ കണ്ടെടുത്തെത്തി. ഇനി ഞാൻ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള കേസ് ഓപ്പൺ ചെയ്യണം. അതെന്താ ജയേഷ്, നീ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള കേസ്? അശ്വതി, അതെ, അശ്വതി. അശ്വതിയെ ഞാൻ വിവാഹം കഴിക്കുന്നു. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
പക്ഷേ ജയേഷ്, നമ്മൾ ഈ കാര്യം വ്യക്തമായിട്ട് തന്നെ അവിടെ ചോദിച്ചതാ. അവള് പക്ഷേ അടുക്കുന്നില്ലല്ലോ. അവൾ അടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഞാൻ അവളെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാ. അവള് സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകും. വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാവൂ? ഒന്നാമത് നീ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. നിന്റെ ജോലിയൊക്കെ അത് ബാധിക്കില്ലേ? അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ജോലിയുടെ കാര്യം എന്തോ ആവട്ടെ, എൻ്റെ മനസ്സിൽ അവൾ കയറി കഴിഞ്ഞു. എനിക്ക് അവളെ കിട്ടണം. അല്ല, ആദ്യയുടെ കുട്ടിയല്ലേ അവളുടെ കൂടെ ഉള്ളത്. അതിപ്പോ ആ കൊച്ചിനെ അവൻ കൊണ്ടുപോട്ടെ. പറഞ്ഞില്ലേ, അവൾ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും. ഉറപ്പായും കൊണ്ടുപോകും. ആദ്യമോ അവൻ്റെ അനിയന്മാരോ ചോദിക്കാൻ വന്നാല് തീർക്കും ഞാൻ എല്ലാത്തിനെയും. നമുക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരേ പല്ലവി എത്രയെന്ന് വെച്ചാൽ ആവർത്തിക്കുന്നേ? പലവട്ടം നേരിട്ട് കണ്ടു. അപ്പോഴൊക്കെ എന്റെ തീരുമാനം ഞാൻ അറിയിച്ചതല്ലേ. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എപ്പോഴും പറയുന്ന പോലെയല്ല ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ പക്ഷെ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാ. എന്ന് വെച്ചാ അരുണിന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെയാണോ? അത് നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ. ഞാൻ ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. നീ കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കേ. അതുകൊള്ളാലോ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ എത്തിക്കാം. കാശോ മറ്റെന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഏട്ടനെ സംസാരിക്കുന്നത് അശ്വതിയോട് തന്നെയാണ്, അതുറപ്പാ. നീ എവിടെയാ കഴിയുന്നെന്നുള്ളത് ആരും അറിയണ്ട. ആദി, പ്ലീസ് ഇനി എന്നെ വിളിക്കരുത്. ഞാൻ ഫോൺ എടുക്കില്ല. ഹലോ. ഈ സമയം വിളിച്ച നമ്പർ ഏതാണെന്ന് ഞാൻ ആദ്യമായിട്ട് ഫോണിൽ നിന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ അവളെ വിളിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.